ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്കിന്ന് കുമ്പിളപ്പം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചക്ക പഴുത്തത് കിട്ടിയിട്ടുണ്ട്. അപ്പം കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി. അതിനായിട്ട് ചക്കയൊക്കെ പൊളിച്ചെടുക്കാം. അപ്പോഴേ വരിക്കച്ചക്കയാണ് കിട്ടിയേക്കുന്നത്. ചെറിയ ചുളയാണ്, അധികം വലിപ്പമില്ല, അതുപോലെ തന്നെ മധുരവും കുറവുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ചേർത്താൽ മതി ഇതിനും കൂടെ. പിന്നെ ഇപ്പോൾ ആർക്കും അങ്ങനെ മധുരമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നുള്ളിപ്പറക്കി എടുത്തിട്ട് കാണിക്കാമേ. അപ്പോഴേ ചക്കയെല്ലാം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ വേണ്ട വേവിക്കാൻ അരിയത്തില്ലേ, അതേപോലെ അരിഞ്ഞെടുക്കാം. ചിലർ ഇതുപോലെ തന്നെ ചക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുപോലെ മാവിനകത്തിട്ട് കുഴച്ചിട്ടാണ് എടുക്കുന്നത്. ഞാൻ പക്ഷേ ഇതിപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഈ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതിനെക്കാട്ടി നല്ലത് മൊത്തത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുന്നത് എനിക്കിഷ്ടം. ഈ ചക്കയെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോഴേ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ചക്കയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയണയില വേണമല്ലോ. വയണയില കഴുകിയെടുത്തുകൊണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ചക്കയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കയൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കരയൊക്കെ ഉരുക്കിയെടുക്കാനായിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ചക്കപ്പഴം അരച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനകത്താണ് മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ് വരാത്തതിന് കുറച്ച് മധുരം കൂടെ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര വെള്ളയാകും. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലൂസായിപ്പോവും. അപ്പം കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചക്ക കണ്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മുറി തേങ്ങ തിരുമ്മിയതോടെ ഇട്ട് കൊടുക്കാം. ഇത് ഏലക്ക പൊടിച്ചതാണ്. കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അല്പം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചെറിയ തവിക്ക് 3 തവി ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 10 എണ്ണം ഉണ്ടാക്കാനുള്ള പൊടിയാണ് ഞാൻ എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവായിട്ടുണ്ട്. കണ്ടോ, ഉരുക്കി വെച്ചിരുന്ന ശർക്കര വെള്ളമില്ലേ, അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴിതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ മാവ് കണ്ട് ഇതേ ഒരു പരുവത്തിനാക്കി എടുക്കണം. ഇതേപോലെ ഒരു പരുവത്തിന് ഇരിക്കുവാണെങ്കിൽ ഇപ്പോഴേ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒരുപാട് അങ്ങ് കട്ടി തോന്നിക്കത്തില്ല. ഇനിയിപ്പോൾ കൈയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ട് ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് കോരിയിടാം, അതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഇലകളാണ്, വലിയ ഇലയില്ലായിരുന്നു. അപ്പോൾ വയണയില കണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി ഈ മാവിനകത്തോട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആവി കയറാനായിട്ട് ഞാൻ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തേക്കുവാണ്. ഇനിയിപ്പോൾ ഇത് ആവി കയറട്ടെ. ഇതിനെ അടച്ച് വെച്ച് 15 മിനിറ്റ് ആവി വയ്ക്കാം. വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പമൊക്കെ റെഡിയായി നോക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കുമ്പിളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇനി അപ്പോഴേ നമ്മളിത് മാവ് ഇങ്ങനെ ഇതുപോലെ ലൂസാക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കട്ടി കുറവ് കാണും. ഗോതമ്പിൻ്റെ ആയാലും അരിയുടെ ആയാലും ഇതുപോലെ തന്നെ. അരിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ഗോതമ്പിന് വേണമെങ്കിലും ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.